ഇന്നത്തെ നമ്മുടെ ഡിഷ് പത്തിരിയും ചിക്കൻ കറിയാണ്. മലബാർ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ടുള്ള ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 സവാള, ഒരു 4 തക്കാളി, ഒരു 3-4 പച്ചമുളക്, അല്പം മല്ലിയില, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മസാലപ്പൊടികൾ. ഇനി ഇതൊന്ന് നമുക്ക് പെട്ടെന്ന് വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞെടുക്കാം. ഞാനിവിടെ എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചിക്കനും കഴുകിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് ഞെരടി കുഴച്ചെടുക്കണം. ഈ മസാലയും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒന്ന് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഞാനിത് പത്തിരിയിലേക്കുള്ള കറി ആയതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളമൊക്കെ ചേർത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് മർദ്ദം പോകുന്നത് വരെ നമുക്കിതിനെ വെക്കാം. മർദ്ദം പൂർണ്ണമായിട്ടും പോയതിന് ശേഷം നമുക്കിത് കുക്കർ തുറക്കാം. ഇനി ആ സമയത്തേക്ക് നമുക്ക് പത്തിരി ഉണ്ടാക്കാം. പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരിപ്പൊടിയാണ്, വറുത്തെടുത്ത പത്തിരിപ്പൊടിയാണിത്. അപ്പോൾ ഞാനിതിലേക്ക് 2.5 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച പത്തിരിപ്പൊടി ചേർത്ത് ഒരു തള വരുന്നത് വരെ ഒന്ന് വെക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം ചൂട് ആറിയാൽ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അരിയിലേക്ക് ഈ 2.5 കപ്പ് വെള്ളം പാകമാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന അരിപ്പൊടിയിൽ ചിലപ്പോൾ 2.5 കപ്പ് വെള്ളം ചിലപ്പോൾ അധികമാവും, ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കുഴയ്ക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന അരിപ്പൊടിയുടെ അളവിനനുസരിച്ചുള്ള വെള്ളം വെക്കുക. പിന്നെ കുറവാണെങ്കിൽ ഒരല്പം തിളച്ച വെള്ളം കൂട്ടിയിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നല്ല പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. എന്നാലേ പത്തിരി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ. നല്ലതുപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 5-8 മിനിറ്റ് കുഴച്ചെടുത്താലായിരിക്കും പത്തിരി നല്ല സോഫ്റ്റായിട്ട് വരിക. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ ബോൾസാക്കി മാറ്റാം. അങ്ങനെ ബോൾസാക്കി മാറ്റണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് പ്രസ്സിൽ പരത്തുകയാണെങ്കിൽ ചെറുതായിട്ട് ഓരോ പീസ് എടുത്തിട്ട് പ്രസ്സിൽ അങ്ങ് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ബോൾസാക്കി മാറ്റിയതിന് ശേഷമാണ് പ്രസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പത്തിരിപ്പൊടി കുഴയ്ക്കുന്ന സമയത്ത് കുഴച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരല്പം ഓയിൽ കയ്യിൽ പുരട്ടിയിട്ട് ഒന്ന് പൊടീൻ്റെ മേലെ തടവി കൊടുക്കുകയാണെങ്കിൽ പത്തിരിക്ക് ഒന്നുകൂടെ സോഫ്റ്റും ഉണ്ടാവും. അത് മാത്രമല്ല ഇത് ഈ പൊടി കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പോൾ ഞാനിത് മുഴുവനും ബോൾസാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഓരോന്നോരോന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഇത് മുഴുവനും പ്രസ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ചുടാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ കല്ല് വെച്ചിട്ട് കല്ലിൻ്റെ അടുത്ത് വെച്ച് ഇത്
പ്രസ് ചെയ്യലും ചുട്ടെടുക്കലും ഒന്നിച്ച് നടക്കുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ സമയ ലാഭം ഉണ്ടാവും. ഞാനിപ്പോൾ അത് മുഴുവനായിട്ടും പ്രസ് ചെയ്തതിന് ശേഷമാണ് ചുടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിത് മുഴുവൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ കല്ലിലിട്ട് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ജസ്റ്റ് ഒരു പുക വരുന്നത് വരെ ഫസ്റ്റ് സൈഡ് വെക്കുക. അതിന് ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് ചെറിയ കുമിളകൾ വന്ന് തുടങ്ങുന്ന സമയത്ത് സെക്കൻഡ് ടൈപ്പ് മറിച്ചിട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡും ഒരുപോലെ പൊങ്ങി വീർത്ത് വരും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. പത്തിരിയും ചിക്കൻ കറിയും മലബാർ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. പിന്നെ പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഡിഷുമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയും ഒരു പത്തിരിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാണാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോകളെക്കുറിച്ചും അറിയിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഞാൻ മുഴുവനായിട്ടും ചുട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കറി എന്തായിട്ടുണ്ടെന്ന് നോക്കാം. 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തതായിരുന്നു ഇത്. മുഴുവനായിട്ടും പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് തുറക്കുന്നത്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ചിക്കൻ കറിയും അതിലേക്ക് പത്തിരിയായിരുന്നു എന്ന് ഞാൻ കാണിച്ചത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മറ്റൊരു ഡിഷുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ കാണാം.